ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മക്കൾക്ക് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നന്നായി വായിച്ച് പഠിക്കുക. ഇന്ന് നമുക്കൊരു പുതിയ പാഠമാണ് പഠിക്കാനുള്ളത്. ഇക്കായി 5ലുള്ള പേജ് നമ്പർ 84. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84 എടുക്കുക. സിദ്ധാർത്ഥ് ഔർ ഹംസ്. സിദ്ധാർത്ഥ് ഔർ ഹംസ്. ഹംസ് മീൻസ് സ്വാൻ ആണ്, അരയന്നം. ഓക്കെ, സിദ്ധാർത്ഥ് ഔർ ഹംസ്. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് മക്കൾ കേട്ടിട്ടുണ്ടാവും. ശ്രീബുദ്ധനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ശ്രീബുദ്ധൻ, ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ്റെ കുട്ടിക്കാലത്തുള്ള പേരാണ് സിദ്ധാർത്ഥൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശുദ്ധോധന രാജാവിൻ്റെ മകനായി കപിലവസ്തുവിലാണ് സിദ്ധാർത്ഥൻ ജനിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നത്. സിദ്ധാർത്ഥ് ഔർ ഹംസ്. സിദ്ധാർത്ഥനും ഹംസവും. ഹംസം എന്ന് പറഞ്ഞാൽ സ്വാൻ അല്ലേ, അരയന്നം എന്ന് പറയും. ലിസൺ, ലുക്ക് അറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. सवेरे का समय था. चिड़िया पेड़ों पर चहचहा रही थी. रंग बिरंगे फूल खिले थे. राजकुमार सिद्धार्थ बाग में टहल रहे थे. अचानक एक हंस ऊपर से आ गिरा. वे लपक कर उसके पास गए. हंस पर तीर लगा था. सिद्धार्थ ने तीर को धीरे धीरे निकाला. घाव को पानी से धोया. हंस अपने बचाने वाले को एकटक देख रहा था. സവേരെ കാ സമയത്ത മീൻസ് മോർണിംഗ് അല്ലേ, രാവിലെ എന്ന് പറയാം. രാവിലത്തെ സമയമാണ് സവേരെ കാ സമയം. ഓക്കെ, രാവിലെ, മോർണിംഗ്. ചിടിയാ പേടോ പർ ചഹാ റഹി ഥി. ചിടിയാം എന്ന് വെച്ചാൽ മക്കൾക്കറിയാം, ബേർഡ്സ് അല്ലേ. ചിടിയാം പേടോ പർ ചഹാ റഹി ഥി എന്ന് വെച്ചാൽ പക്ഷികളൊക്കെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി. പുലർച്ചെ, രാവിലെയാണ് സംഭവം അല്ലേ. അപ്പോൾ മക്കൾ ഉറക്കം എളിയുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പക്ഷികളുടെ കളകൂജനം അല്ലെങ്കിൽ പക്ഷികളുടെ ശബ്ദം അല്ലേ കേൾക്കാം. അപ്പോൾ ചിടിയാം പേടോം പർ ചഹാ റഹി ഥി എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ മരക്കൊമ്പിലിരുന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ചഹചഹാന, പക്ഷികളുടെ ശബ്ദത്തിനെയാണ് ചഹചഹാന എന്ന് പറയുന്നത്. ഓക്കെ, രംഗ് ബിരംഗെ ഫൂൽ ഖിലേ ഥേ എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് പൂക്കൾ പൂന്തോട്ടത്തിലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. രംഗ് ബിരംഗെ, കളർഫുൾ. ഫൂൾ എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം, പൂക്കൾ, ഫ്ലവേഴ്സ്. ഖിലേത്തെ അല്ലേ, ബ്ലോസം, അതാണ് ഖിലേത്തെ. രാജ്കുമാർ സിദ്ധാർത്ഥ് ഭാഗ് മേ ടഹൽ റഹേ ഥേ. ആ സമയത്ത് രാവിലെ തന്നെ സിദ്ധാർത്ഥ മഹാരാജ് അല്ലെങ്കിൽ രാജകുമാരനായ സിദ്ധാർത്ഥൻ രാജകുമാരനാണ്. അപ്പോൾ രാജാവിൻ്റെ മകനാണ്, കപിലവസ്തുവിലെ ശുദ്ധോധന രാജാവിൻ്റെ മകൻ. അപ്പോൾ രാജകുമാരനായ സിദ്ധാർത്ഥൻ ബാഗ് എന്ന് വെച്ചാൽ ബഗീജ എന്ന് പറയും, പൂന്തോട്ടം. ഓക്കെ, ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ടഹൽ റഹേത്തെ, ടഹൽന എന്ന് പറഞ്ഞാൽ ഉലാത്തുക എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ റോമിങ് എന്ന് പറയാം, വാണ്ടറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, റോമിങ്, ചുറ്റിക്കറങ്ങുക അല്ലെങ്കിൽ നടക്കുക. ടഹൽന, ഉലാത്തുക എന്നൊക്കെ പറയും. അപ്പോൾ സിദ്ധാർത്ഥ് ബാഗ് മേ ടഹൽ റഹേത്തെ, അദ്ദേഹം ഇങ്ങനെ പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. അച്ചാനക് ഏക് ഹംസ് ഊപ്പർ സേ ആഗിര. പെട്ടെന്ന് തന്നെയാണ് ഒരു ഹംസം, ഒരു അരയന്നം മുകളിൽ നിന്നും, എവിടെ നിന്നോ ഇദ്ദേഹത്തിൻ്റെ കാൽക്കിലേക്ക് വന്നു വീണു. ഹംസ് ഊപ്പർ സേ ആഗിര, മീലെ നിന്നും താഴെ വീണു. വേ ലപക് കർ ഉസ്കെ പാസ് ഗേ. ലപക് കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹംസം വേദന കൊണ്ട് പടയുക, അതിനെയാണ് ലപക്ന എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലപക് കർ ഉസ്കെ പാസ് ഗേ, സിദ്ധാർത്ഥിൻ്റെ അടുത്തെത്തി. ഹംസ് പർ തീർ ലഗാ ഥ. എന്തുകൊണ്ടാണ് ഹംസത്തിന് വേദന?
അതിൻ്റെ മുകളിൽ അതിൻ്റെ ശരീരത്തിലാരോ തീർ എന്ന് പറഞ്ഞാൽ ഏറോ അമ്പ്, ആരോ അമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഹംസ ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരുന്നത്. തീർ ലഗാ ഥ, സിദ്ധാർത്ഥിനെ തീർ കോ ധീരെ ധീരെ നിക്കാല. അത് കണ്ടതും അദ്ദേഹത്തിന് വളരെയധികം സങ്കടം ഉണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഹംസത്തെ പിടിച്ച് വളരെ പതുക്കെ, അതിന് വേദനിക്കാതിരിക്കാൻ വേണ്ടി വളരെ പതുക്കെ ആ ആരോ അല്ലെങ്കിൽ അമ്പ് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഊരിയെടുത്തു. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോലി. ഓക്കെ. ഘാവ് കോ പാനി സേ ധോയ, അതിനുശേഷം ആ ഘാവ് എന്ന് പറഞ്ഞാൽ വൂണ്ടാണ്, ആ അമ്പ് കൊണ്ട സ്ഥലത്തിൽ മുറിവുണ്ട് അല്ലേ, ആ മുറിവിനെ വെള്ളം കൊണ്ട് നനച്ചു കഴുകി. ധോന എന്ന് പറഞ്ഞാൽ വാഷാണ് അല്ലേ, വാഷിങ്. പാനി സേ ധോയ എന്ന് പറഞ്ഞാൽ വാഷ്ഡ് വിത്ത് വാട്ടർ. ഘാവ് കോ പാനി സേ ധോയ, ആ വൂണ്ട് വന്ന ആ രക്തക്കറ പിടിച്ച ഭാഗം അദ്ദേഹം കഴുകി വൃത്തിയാക്കി. ഹൻസ് അപ്നെ ബച്ചാനെ വാലെ കോ ഏക്ടക് ദേഖ് രഹാ ഥാ, തന്നെ രക്ഷിച്ച അദ്ദേഹത്തെ ഹംസം ഇങ്ങനെ ഇമയനക്കാതെ നോക്കിക്കൊണ്ടേയിരുന്നു. അതാണ് ഏക് ടക് എന്ന് പറഞ്ഞാൽ ഒരേ ദൃശ്യത്തിൽ ഒരേ നോട്ടം നോക്കുന്നതിനാണ് ഏക് ടക് ദേഖ് രഹാ ഥാ എന്ന് പറയുക. ഒരേ നോട്ടം നോക്കുക. ഹംസം സിദ്ധാർത്ഥനെ തന്നെ ഒരേ നോട്ടം നോക്കിക്കൊണ്ടേയിരുന്നു. കാരണം സിദ്ധാർത്ഥനാണ് ആ ഹംസത്തെ രക്ഷിച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഹംസം നന്ദിയോടെ സിദ്ധാർത്ഥനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഓക്കെ. ഇനി പേജ് നമ്പർ 85. തഭി ദൗഡ്താ ഹുവാ ദേവദത്ത് ആയ, ആ സമയത്താണ് അവിടെ ഓടിക്കൊണ്ട് ദേവദത്ത് വന്നത്. ഉസ്കെ ഹാഥോമേ തീർ ഔർ ധനുഷ് ഥേ, അയാളുടെ കയ്യിൽ ആണ് അമ്പും വില്ലും ഉള്ളത്. ബോ ആൻഡ് ആരോ, അതാണ് തീർ ഔർ ധനുഷ്. വഹ് കടക്ക് കർ ബോല, കടക്ക് മീൻസ് ടു ഗെറ്റ് ആംഗ്രി ആണ്. അവൻ ദേഷ്യത്തോടെ പറയാണ്, ഹൻസ് മേരാ ഹെ, ആ ഹംസം, ആ അരയൻ എൻ്റേതാണ്. മേനെ ഇസ് പർ തീർ ചലായാ ഹെ, ഹൻസ് മുജേ ദേതു, ഞാനാണ് അതിനെ അമ്പ് ചെയ്തത്, അതുകൊണ്ട് ആ അരയന്നത്തിന് എനിക്ക് വേണമെന്ന് ആര് ശാഠ്യം പിടിക്കുന്നു? ദേവദത്ത് അല്ലേ. സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്ന് ദേവദത്ത് എന്ന് പറയുന്ന മറ്റൊരു യുവാവ്, അദ്ദേഹം ശാഠ്യം പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹംസം എൻ്റേതാണ്, കാരണം ഞാനാണ് അതിനെ അമ്പ് ചെയ്ത് വീഴ്ത്തിയത്, അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞു. കാരണം ഹംസം സിദ്ധാർത്ഥിൻ്റെ കയ്യിലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. സിദ്ധാർത്ഥിനെ കഹ, അപ്പോൾ സിദ്ധാർത്ഥിന് എന്താ പറഞ്ഞത്? നഹി നഹി, ഇല്ലില്ല, മേനെ ഇസേ ബച്ചായാ ഹേ മേനെ ഹി ദൂങ്ക, ഞാനിതിനെ രക്ഷിച്ചയാളാണ് അല്ലേ, ഞാനാണിതിനെ രക്ഷിച്ചത്, അതുകൊണ്ട് ഞാനിതിനെ നിനക്ക് തരില്ല എന്ന് സിദ്ധാർത്ഥനും വാദിച്ചു. ഓക്കെ. അപ്പോൾ ഇന്ന് മക്കൾക്ക് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. മിസ് തരുന്ന മീനിങ്സ് ഒക്കെ എഴുതി വെക്കണം. പിന്നെ ഓരോ ലെസൺ കഴിയുമ്പോഴും ആ ലെസൺ മുഴുവൻ തറോ ആയിരിക്കണം. ഓരോ ലെസണും പഠിച്ച് കഴിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നന്നായി പഠിക്കുക. ഇനി മിസ് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റൊക്കെ നടത്തും. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കണം. ചിലവരൊന്നും പഠിക്കുന്നില്ല, ഭയങ്കര മടിയന്മാരായിട്ടുണ്ട്. അങ്ങനെയൊന്നും ശരിയാവില്ല. നന്നായി പഠിക്കുക. ഓക്കെ. സോ सिद्धार्थ और हंस। सवेरे का समय था, चिड़िया पेड़ों पर चहचहा रही थी, रंग बिरंगे फूल खिले थे, राजकुमार सिद्धार्थ बाग में टहल रहे थे। अचानक एक हंस ऊपर से आ गिरा। वे लपक कर उसके पास गए। हंस पर तीर लगा था। सिद्धार्थ ने तीर को धीरे धीरे निकाला, घाव को पानी से धोया। हंस अपने बचाने वाले को एकटक देख रहा था। तभी दौड़ता हुआ देवदत्त आया। उसके हाथों में तीर और धनुष थे। वह कड़क कर बोला, हंस मेरा है, मैंने इस पर तीर चलाया है,
हंस मुझे दे दो। सिद्धार्थ ने कहा, नहीं नहीं, मैंने इसे बचाया है, मैं नहीं दूंगा. ഞാനാണ് ഇതിനെ രക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ തരില്ല എന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നത്. മറ്റേയാൾ പറയാണ്, ഞാനാണ് അതിനെ അമ്പെയ്ത് വീഴ്ത്തിയത്, അതുകൊണ്ട് അത് എനിക്ക് വേണം. അങ്ങനെ അവർ തമ്മിൽ എന്താണ് വാക്ക് തർക്കം ഉണ്ടായി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, നമസ്കാരം.